എന്റെ ഈശോയെ, പണ്ടൊക്കെ നമ്മളോട് ആരെങ്കിലും രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉണ്ടായിരുന്നുള്ളൂ: കോൺഗ്രസ്. വേറെ ഒന്നും ചിന്തിക്കാനില്ലായിരുന്നു. അതൊരു പാർട്ടി മാത്രമായിരുന്നില്ല, ഞങ്ങളുടെയൊക്കെ വികാരമായിരുന്നു. എ ഗ്രൂപ്പ് എന്നോ ഐ ഗ്രൂപ്പ് എന്നോ ഒക്കെ പറഞ്ഞ് തമ്മിലടിച്ചാലും അവസാനം കൈപ്പത്തി എന്ന് കണ്ടാൽ കണ്ണിന് മുന്നേ വേറെ ഒന്നും കാണില്ലായിരുന്നു. എന്റെ അപ്പനൊക്കെ ജീവനേക്കാൾ സ്നേഹിച്ചത് ആ പാർട്ടിയായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മുടെ സമുദായം ഒരു സംഘടന ഉണ്ടാക്കിയപ്പോൾ അതിന് കത്തോലിക്ക കോൺഗ്രസ് എന്ന് തന്നെ പേരിട്ടത്. എന്തിനേറെ പറയുന്നു, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആണെന്ന് പണ്ട് പള്ളിയിലെ പ്രസംഗത്തിൽ ഏതോ ഒരച്ഛൻ തമാശയായും കാര്യമായിട്ടും പറഞ്ഞത് ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട്. കൊല്ലും കൊലയില്ലാത്ത സമാധാനമുള്ള പാർട്ടി എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടി സാറും മാണി സാറും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ആ കാലം അതൊരൊന്നൊന്നര കാലമായിരുന്നു. അപ്പുറത്ത് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് വിളിക്കാൻ യോഗ്യതയുള്ള EMSഉം നായനാരും VS ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ സ്വയം കുഴി തോണ്ടി നാം ഒന്ന് നമുക്കൊന്ന് എന്ന് ഇന്ദിരാഗാന്ധി പറയും മുമ്പേ അനുസരിച്ചവരാണ് നമ്മൾ നസ്രാണികൾ. ഒരു ന്യൂനപക്ഷ സമുദായം എന്ന നിലയിൽ നമ്മുടെ എണ്ണം കുറയുന്നത് ഭാവിയിൽ നമ്മുടെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുമെന്ന് അന്ന് എന്റെ അപ്പനപ്പൂപ്പന്മാർ ഓർത്തില്ല. ഇന്ന് നമ്മുടെ വീടുകളിലേക്ക് നോക്കിയാൽ നെഞ്ചു നീറും. ആരോഗ്യരംഗത്ത്, നഴ്സിംഗിലും മറ്റും ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് നമ്മുടെ ഇടയിൽ നിന്നാണ്. 90കളിലുണ്ടായ ഞങ്ങളുടെ തലമുറയും അതിനുശേഷം വന്ന ഒന്നോ രണ്ടോ പിള്ളേരും 2000 ആയപ്പോഴേക്കും നാടുവിട്ടു. ഹോട്ടൽ മാനേജ്മെന്റും നഴ്സിംഗും എഞ്ചിനീയറിംഗും പഠിക്കാൻ പോയവർ പിന്നെ തിരികെ വന്നില്ല. ഇന്ന് കേരളത്തിലെ പല വലിയ വീടുകളിലും നോക്കിയാൽ കാണാം മക്കളില്ലാത്ത വലിയ മുറികളിൽ വാർദ്ധക്യത്തിന്റെ അവശതയിൽ കഴിയുന്ന അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും. ഇപ്പോൾ അതും കാണാനില്ല. മക്കൾ വിദേശത്തേക്ക് പോകുമ്പോൾ അവർക്ക് കൂട്ടിന് ഈ വയസ്സായവരെയും കൊണ്ടുപോകുന്നു. ബാക്കിയാവുന്നത് നമ്മൾ ചോര നീരാക്കി പണിതുയർത്തിയ ആർക്കും വേണ്ടാത്ത പടുകൂറ്റൻ വീടുകൾ മാത്രം. എന്തുകൊണ്ട് നമ്മുടെ പിള്ളേർ നാടുവിടുന്നു? ഇവിടെ നിന്നാൽ പച്ച പിടിക്കില്ലെന്ന് അവർക്കറിയാം. കേരളത്തിലെ ഒരു 30% വരുന്ന മതവിഭാഗത്തിന് OBC സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ 14% താഴെയുള്ള നമുക്ക് ലഭിക്കുന്ന EWS പോലും കോൺഗ്രസ് എതിർക്കുന്നു എന്ന ആ ഒരു തിരിച്ചറിവാണ് അവരെ കടൽ കടത്തിയത്. ഇന്നത്തെ രാഷ്ട്രീയമോ ആലോചിക്കുമ്പോൾ കലി കയറുന്നു. ഉമ്മൻചാണ്ടി സാറും മാണി സാറും ഒക്കെ കടന്നുപോയി. അതോടെ നമ്മൾ അനാഥരായി. ഒരു മെത്രാനച്ഛനെ വഴിയിൽ തടഞ്ഞ് അപമാനിച്ചിട്ടും അദ്ദേഹത്തിന്റെ താടിക്കിട്ട് വരെ കൈവച്ചിട്ടും ഒരക്ഷരം മിണ്ടാൻ കോൺഗ്രസിന് നാവില്ല. 4 വോട്ട് കുറയുമോ എന്ന പേടി. നമ്മളെ സംരക്ഷിക്കാൻ, നമുക്ക് വേണ്ടി സംസാരിക്കാൻ തലപ്പത്തിന്ന് ആരുമില്ലാത്ത അവസ്ഥ. ഇടതുപക്ഷത്തിന്റെ കാര്യം ഇതിലും കഷ്ടമാണ്. സ്വന്തം മകൾ മതം മാറാനുള്ള സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്തിട്ട് പോലും, ആത്മഹത്യാക്കുറിപ്പുകളും തെളിവുകളും ലഭിച്ചിട്ട് പോലും അതിൽ കേസെടുക്കാതെ പ്രീണന രാഷ്ട്രീയം കളിക്കുന്ന LDF. നേരം വെളുക്കുമ്പോൾ മുതൽ വർഗീയ പാർട്ടികളുടെ പിന്തുണയുണ്ടെന്ന് ഒരു ഉളുപ്പുമില്ലാതെ വീമ്പിളക്കുന്ന VD സതീശനെ പോലെയുള്ള നേതാക്കൾ. ഇവരെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഈ നാടിനെ വിദ്യാഭ്യാസപരമായി വളർത്തിയത് നമ്മളാണ്. പക്ഷെ ഇന്ന് കാലം മാറി. ഒരിക്കൽ നമ്മൾ വെറുത്തു തുപ്പിയ ആ BJP മാത്രമേ ഇന്ന് ക്രിസ്ത്യാനിക്ക് കൂടെയുള്ളൂ എന്ന ചിന്ത എന്നെ പോലെയുള്ള സാധാരണക്കാരുടെ മനസ്സിൽ ശക്തമാണ്. പല അച്ഛന്മാരും മെത്രാന്മാരും